സാധാരണ F0 അവർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ വിശേഷങ്ങളായിരിക്കും അല്ലേ? ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബിസിനസ് കേരള. ഇന്ന് കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ബിസിനസ് കേരള. ബിസിനസ് കേരളയും ഐക്കൺ മീഡിയ അക്കാഡമിയും കൂടിയിട്ട് മെയ് 26, 27, 28, 29 വെച്ചിട്ട് ഇവിടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് അടിപൊളി ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് ഒത്തിരി ആളുകൾ എന്തെങ്കിലും ഒരു മേഖലയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, ആശയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് നേരിട്ടിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫ്രാഞ്ചൈസി ചെയ്യാനോ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു പ്രോഗ്രാം നടത്താൻ പോകുന്നത്, ഈ ഒരു എക്സ്പോ നടത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. നേരെ എക്സ്പോന്റെ വിശേഷങ്ങൾക്ക് നമുക്ക് കിടക്കാം. ബിസിനസ് കേരളയുടെ ചെയർമാൻ നൗഷാദ് ഭായിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമസ്കാരമുണ്ട് നൗഷാദ് ഭായ്. നമസ്കാരം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുകാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ സാധാരണക്കാർക്ക് എങ്ങനെ ഒരു ഐഡിയ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നിങ്ങൾ വലിയൊരു എക്സ്പോ, അത് നമ്മളിപ്പോൾ എക്സ്പോ നമ്മൾ കേട്ട ദുബായ് ഒക്കെയാണ്, എന്നാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാലിക്കറ്റിൽ വലിയൊരു എക്സ്പോ നടക്കുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും ഈ എക്സ്പോ നടത്താനുള്ള കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കൊറോണ എന്നുള്ളൊരു സംഭവം. ഏകദേശം 1.5 വർഷമായിട്ട് പല ബിസിനസ്സുകാരും പല പ്രതിസന്ധിയിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് കറക്റ്റായിട്ടുള്ള മാർക്കറ്റിംഗ് കിട്ടുന്നില്ല, അവരുടെ പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ബിസിനസ്സിന് കൂടുതൽ ആളുകൾ എത്തിക്കാൻ പറ്റുന്നില്ല. ഒക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ലൈവായിട്ട് അവർക്ക് അവരുടെ ബിസിനസ്സിന് അതിന് കൊറോണ മുന്നേക്ക് ഒരുപാട് എക്സ്പെൻഷനുകളും ബിസിനസ് എക്സ്പോകളും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയ് 26, 27, 28, 29 ദിവസങ്ങളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് ഏകദേശം 250ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന ഒരു ട്രേഡ് എക്സ്പോ. 250ഓളം കമ്പനികൾ പങ്കെടുക്കുന്നത്? അതെ അതെ അതെ. അപ്പോൾ അതിൽ വിവിധ കാറ്റഗറിയിലാണ്. സാധാരണ ഒരു എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിഷനറിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ LED ആയിരിക്കാം, അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ ആയിരിക്കാം. ഇവിടെ നമ്മൾ എല്ലാ ബിസിനസ്സുകാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു എനർജി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അറിയാലോ, ഇപ്പോൾ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടല്ല, എല്ലാ കാറ്റഗറി ഇപ്പോൾ B2B, B2C കാറ്റഗറിയിൽ പെടുന്ന സർവീസ് മേഖലയിൽ പെടുന്ന കമ്പനികളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ B2B, B2C എന്താ ഉദ്ദേശിക്കുന്നത്? B2B കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം, പല കമ്പനികളും പ്രൊഡക്റ്റുകൾ, ഓപ്പർച്യൂണിറ്റികളൊക്കെ പരിചയപ്പെടുന്നതാണ് B2Bയിൽ വരുന്നത്. ഉദാഹരണം ഫ്രാഞ്ചൈസികൾ, ഡിസ്ട്രിബ്യൂഷൻ, ഡീലർഷിപ്പ്. ഞാനൊരു സാധാരണക്കാരൻ വ്യക്തിയാണെങ്കിൽ അവരുമായിട്ട് എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നല്ല FMCG ഫുഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫർണിച്ചർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിംഗ് എക്യുപ്മെന്റുകൾ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾ അവരുടെ ബിസിനസ്സുകളെ പരിചയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പോയിട്ടാണ് തരുന്നത്. അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഈ എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടപ്പെട്ട കമ്പനികളായിട്ട് അവർ സംസാരിക്കാനും അവരുടെ ഫ്രാഞ്ചൈസിയോ ഡിസ്ട്രിബ്യൂഷനോ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഡീലർഷിപ്പോ നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. നേരിട്ട് കണ്ടിട്ട് എടുക്കാം നമുക്ക്. ഇവിടെ തന്നെ അവരുടെ ഏതൊരു കമ്പനിയും ഏതൊരു പ്രൊഡക്റ്റും ഒരാൾക്ക് ഒരു ഏരിയയിൽ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു താലൂക്കിൽ കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ കമ്പനി ഇവർ അണ്ടർസ്റ്റാൻഡിംഗ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അവർക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇന്ന സ്ഥലത്ത്, കോഴിക്കോട് ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി അവിടുന്ന് ഡീൽ ചെയ്ത് ക്ലോസ് ചെയ്യും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. B2B ആണ് ഉദ്ദേശിക്കുന്നത്. B2Cയിൽ വരുമ്പോൾ പല പ്രൊഡക്റ്റുകളും അവർക്ക് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങനത്തെ പല കമ്പനികൾക്കും ഇവിടെ പരിചയപ്പെടുത്തും. ഉദാഹരണം ഫർണിച്ചറുകൾ, അല്ലെങ്കിൽ ബിൽഡിംഗ് എക്യുപ്മെന്റുകൾ, അല്ലെങ്കിൽ മെഷീനറികൾ, അങ്ങനത്തെ എല്ലാ കമ്പനികൾക്കും B2Cയിൽ പങ്കെടുക്കുന്നവരാണ്. കാരണം അവർക്ക് എന്താ വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരികയാണ്. നേരിട്ട് കസ്റ്റമേഴ്സിനോട് പർച്ചേസ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് അതിലൂടെ കൊടുക്കുന്നുണ്ട്. അതാണ് B2C. പിന്നെ സർവീസ് മേഖലയാണ്. സർവീസ് മേഖല എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്ന കമ്പനി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പലതരം സർവീസ് കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ സോഫ്റ്റ്വെയർ സർവീസ് കൊടുക്കുന്ന കമ്പനി ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ സ്റ്റാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കമ്പനികൾക്കും തന്നെ അവരുടെ ബിസിനസ്സിനോട് പരിചയപ്പെടുത്താനും അതിലൂടെ അവരുടെ സർവീസിനെ കൂടുതൽ ആളിലേക്ക് എത്തിക്കാനും ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ് അതിലൂടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാൾ നമ്മൾ എടുക്കണമെങ്കിൽ, ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഒരാളാണ്, അപ്പോൾ ഞാനൊരു സ്റ്റാൾ എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ? ശരിക്കും നമുക്ക് മൊത്തം ഞാൻ പറഞ്ഞു 250ഓളം കമ്പനികളാണ് ഇതിൽ മൊത്തം പങ്കെടുക്കുന്നത്. അതിൽ ഏകദേശം 50ഓളം കമ്പനികൾ വരുന്നത് വാഹനങ്ങളുടെയാണ്. വാഹനങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്, ബൈക്ക്, ഇലക്ട്രിക്, ലക്ഷറി, അങ്ങനത്തെ വിവിധ കമ്പനികൾ ഷോറൂമുകളാണ് അതിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. വാഹനങ്ങൾ പ്രത്യേക ഒരു കാറ്റഗറി, അതൊരു കാറ്റഗറിയാണ്. പിന്നെ നമുക്ക് വരുന്നത് 128ഓളം ബിസിനസ് സ്റ്റാളുകളാണ്. അതിലാണ് ഈ പറഞ്ഞ ട്രേഡ് എക്സ്പോ വരുന്നത്. അതിൽ വരുന്നത് B2B, B2C കമ്പനികൾ, ബിൽഡേഴ്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ FMCG പ്രൊഡക്റ്റുകൾ, എല്ലാ കാറ്റഗറിയിലുള്ള സംരംഭകർക്കും അതിൽ സ്റ്റോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡിങ് റിലേറ്റഡ് സ്റ്റോളാണ്. ഐക്കൺ മീഡിയ അക്കാദമിയും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു എക്സ്പോ നടത്തുന്നത്. ഐക്കൺ മീഡിയ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലൂടെ വരുമ്പോൾ അവിടെ നമുക്ക് വരുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ, ഗോൾഡുകൾ, കോസ്മെറ്റിക്സ്, ഓർണമെന്റ്സ്, ആ സെക്ഷനിലുള്ള സ്റ്റാളുകളാണ് അതിലുണ്ടായിരിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് അത് പറയുകയും ചെയ്യാം. ഇപ്പോൾ സ്റ്റാൾ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം പിന്നെ ഇഷ്ടപ്പെട്ട ഏരിയയിൽ ഇപ്പോൾ അവർക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒരു മാസം കൂടി പ്രോഗ്രാം ടൈം വരുന്നുണ്ടെന്നുണ്ടെങ്കിലും 26 മെയ് 26 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ സ്റ്റാൾ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ സ്റ്റാൾ ബുക്ക് ചെയ്യാൻ നമുക്ക് 3-4 പാക്കേജുകളുണ്ട്. അപ്പോൾ അവർക്ക് സ്ക്വയർ ഫീറ്റിന് അങ്ങനെ എടുക്കാം. 50 സ്ക്വയർ ഫീറ്റ്, 100 സ്ക്വയർ ഫീറ്റ്, 200 സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിലൊക്കെ എടുക്കാം. 7511888200 നമ്പറിലേക്കോ 7511942000 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാളിൻ്റെ ലേഔട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ സ്റ്റാൾ എവിടെയൊക്കെയാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി അവർ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 50 സ്ക്വയർ ഫീറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. 50 സ്ക്വയർ ഫീറ്റ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അത് എത്ര വേണമെങ്കിലും അവർക്ക് എടുക്കാവുന്നതാണ്. അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പിന്നെ അവർ പങ്കെടുക്കുന്നതിന്റെ അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന കമ്പനിയിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട് അതിന്റെ അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവർക്ക് ഏതൊക്കെ കാറ്റഗറി ശരിക്കും ഇവിടെ പങ്കെടുക്കുന്നത്? 16 കാറ്റഗറി വരുന്നുണ്ട്. 16 കാറ്റഗറിയിലുള്ള വരുന്നുണ്ട്. അത് മിഷനറി വരുന്നുണ്ട്, വാഹനങ്ങളുടെ വരുന്നുണ്ട്, പിന്നെ ബിൽഡേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫർണിച്ചർ വരുന്നുണ്ട്, FMCG, വെഡിങ്, അങ്ങനെ കുറെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇത് പിന്നെ പ്രോഗ്രാംസ് ഇപ്പൊ 4 ദിവസത്തെ കാര്യം പറഞ്ഞല്ലോ, എന്തൊക്കെ പ്രോഗ്രാംസ് ശരിക്കും നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ആൾക്കാർ വരുന്ന സമയത്ത്? തീർച്ചയായിട്ടും നമുക്ക് വ്യത്യസ്തമായിട്ടല്ല 4 ദിവസത്തെ പ്രോഗ്രാമാണ് ഉണ്ടായിരിക്കുക. മെയ് 26 to 29 പ്രോഗ്രാം പറഞ്ഞു. രാവിലെ 10 മണി മുതൽ നൈറ്റ് 10 മണി വരെയാണ് പ്രോഗ്രാം ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. AC ഹാളാണ്. മൊത്തം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ വെന്യൂ വരുന്നത്. അതിൽ ഒന്നാമത്തെ ദിവസം നമുക്ക് ആഫ്റ്റർനൂൺ ആണ്. പിന്നെ മോർണിംഗ് സെക്ഷനിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇനോഗ്രൽ സെക്ഷൻ വെച്ചത് ഈവനിങ് സെക്ഷനായിട്ടാണ്. അതിൽ പിന്നെ ഇനോഗ്രൽ സെക്ഷനിൽ നമുക്ക് ബ്രാൻഡ് അവാർഡുകൾ, ബ്രാൻഡ് ലോഞ്ചിങ്, ബ്രാൻഡ് പ്രസൻറ്റേഷന്, അങ്ങനെ കുറച്ച് നല്ലൊരു പ്രീമിയം പ്രോഗ്രാമായിട്ട് കുറച്ച് ബിസിനസ്സുകാരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വെന്യൂ കാര്യങ്ങൾ ആ സെക്ഷനിൽ വരുന്നുണ്ട് സ്റ്റേജിൻ്റെ അവിടെ. രണ്ടാമത്തെ ദിവസം നമുക്ക് വരുന്നത് 100 കമ്പനികളുടെ ജോബ് ഇന്റർവ്യൂസ് ആണ്. ഗ്രീൻ ജോബ്സ് ആണ് അത് നയിക്കുന്നത്. ജോബ് ഇന്റർവ്യൂസ് 100 കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട സിറ്റുവേഷൻ ആണല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നല്ലൊരു വ്യത്യാസം ഈ ഒരു എക്സ്പോർട്ട് കൂടി കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്റർവ്യൂ പങ്കെടുക്കാൻ. അപ്പോൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുക്കുന്നുണ്ട്. ഈവനിങ് ഫാഷൻ ഷോ വരുന്നുണ്ട് ആ ദിവസം തന്നെ. പിന്നെ 27-ാം തീയതി 27 കഴിഞ്ഞ് 28-ാം തീയതി നമുക്ക് വരുന്നത് മെഹന്തി ഫെസ്റ്റ് വരുന്നുണ്ട്. 100 ലേഡീസിൻ്റെ ഒരു മെഹന്തി ഫെസ്റ്റ് ലൈവായിട്ട് കോൺടെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. മോർണിംഗ് സെക്ഷനിലാണ് അത് വരുന്നത്. ഈവനിങ് സെക്ഷൻ ആഫ്റ്റർനൂൺ വരുന്നത് നമുക്ക് കേക്ക് മേക്കിംഗ് ഷോ ആണ്. 100 ലേഡീസ് അമ്പലം കേക്ക് മേക്കിംഗ് ഷോ ആണ് അന്നത്തെ ദിവസം തന്നെ. 2 ഫംഗ്ഷനും ലേഡീസിൻ്റെതായിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഹോം ബേക്കേഴ്സ് ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് കേക്ക് മേക്കിംഗ് ചെയ്യുന്നവരൊക്കെ ഷോപ്പിലേക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ അവരൊന്നും ബ്രാൻഡ് ചെയ്യപ്പെടുകയോ ഐഡന്റിഫൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അവരൊന്നും കൂടി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അവരെ കൊണ്ടുവരാനും ഒന്നുകൂടി അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ 4-ാമത്തെ ദിവസം നമുക്ക് എന്റർടൈൻമെന്റ് വിത്ത് ഫാഷൻ ഷോ ആണ് ഉണ്ടായിരിക്കുക. സൺഡേ ആണ് വരുന്നത് 29-ാം തീയതി. പിന്നെ നമുക്ക് ഷീ ബ്ലോഗേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. മീഡിയ വണ്ണാണ് അവിടെ മീഡിയ പാർട്ണറായിട്ട് വരുന്നത്. ദെൻ മാക്സിം പാർട്ണറായിട്ട് വരുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റ് റോവർ പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് നമ്മുടെ ഇതിൻ്റെ സപ്പോർട്ടിങ്ങിനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ സാധ്യതകൾ നമുക്ക് ഈ പ്രവാസികൾക്ക്, നാട്ടിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പ്രോഗ്രാമിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ള ആളിലേക്ക് എത്തിക്കുക. ഇത്രയാണ് ഈ ഒരു എക്സ്പോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എന്താ പറഞ്ഞാൽ ഒത്തിരി പ്രവാസികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ. അവർക്കൊക്കെ വലിയൊരു രീതിയിൽ ഒരു സഹായകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ആശയം നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നമുക്ക് കിട്ടും. അതല്ല ഏതെങ്കിലും കമ്പനിയായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അതും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും സാധിക്കുന്നതാണ്. അതേപോലെ ബിസിനസ്സുകാർക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു ഇടം തന്നെയാണ് ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. ഇവിടെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.